കേരളദേശം സാമൂഹ്യ സുരക്ഷാ പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തനാട് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും കൃത്യമായി നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. അംഗപരിമിതർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, വിധവകൾ, അഗതികൾ, 60 വയസ്സ് കഴിഞ്ഞ് പ്രായമായവർ തുടങ്ങി സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ പരിധിയിൽ വരുന്ന നിരാലംബരായവർക്ക് പെൻഷൻ തുക എല്ലാ മാസവും കൃത്യമായി നൽകണമെന്നും പ്രതിമാസം 3000 രൂപയായി തുക വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ നടത്തിയത്. കുന്നത്തനാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ KSPA പ്രസിഡന്റ് AT മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KC വിജയമ്മ സ്വാഗതം പറഞ്ഞു. പ്രോഗ്രാം കൺവീനർ വിനയൻ ക്രാരിയേരി അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ചെയർമാൻ KM സുബൈർ, സാമൂഹ്യ പ്രവർത്തകൻ സുരേഷ് കരട്ടേടത്ത്, ജ്വാല സംസ്ഥാന അധ്യക്ഷ ലൈല റഷീദ്, KP ഗോപിനാഥ്, TD ജോയി എന്നിവർ ആശംസകൾ നേർന്നു. അംബു ശിവരാമൻ നന്ദി പറഞ്ഞു. നമ്മൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ ഈ കേരളത്തിലെ വിധവകൾക്കും അഗതികൾക്കും വികലാംഗർക്കും അതുപോലെ തന്നെ വാർദ്ധക്യപ്പെട്ടവർക്കും ഒന്നും അവർക്ക് നിത്യച്ചെലവിന് 1000 രൂപയോ 1500 രൂപയോ കിട്ടുന്ന പെൻഷൻ കിട്ടാതെ മുടങ്ങി അവർ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും വക്കിലേക്കാണ് എത്തി നിൽക്കുന്നത്. നമ്മൾക്ക് അടുത്ത കാലം നമ്മൾ കണ്ടതാണ്, നമ്മൾക്കറിയാവുന്നതാണ്. അടിമാലിയിൽ അന്നമ്മ എന്ന് പറയുന്ന 80 വയസ്സുള്ള ഒരു വൃദ്ധമാതാവും 70 വയസ്സുള്ള മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു വൃദ്ധമാതാവും അവർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി അടിമാലി ടൗണിലൂടെ പിച്ച ചട്ടിയെടുത്ത് തെണ്ടേണ്ട അവസ്ഥ ഉണ്ടായത് കേരളം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കേരളത്തിലെ ഈ സംവിധാനം ഗവൺമെൻറ് മാറ്റണം. ഇതുപോലെയുള്ള പെൻഷനേഴ്സിനൊക്കെ ഒരു 3000 രൂപയെങ്കിലും മിനിമം പെൻഷൻ ആക്കിക്കൊണ്ട് എല്ലാ മാസവും 1-ാം തീയതി ഈ അഗതികൾക്കും വികലാംഗർക്കും വിധവകൾക്കും വാർദ്ധക്യമുള്ളവർക്കും എല്ലാം കൃത്യമായി പെൻഷൻ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. സുപ്രീം കോടതിയുടെ വിധി കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഞങ്ങളുടെ രാജ്ഭവൻ മാർച്ചുണ്ട്. അതുൾപ്പെടെ ഈ പെൻഷനേഴ്സിൻ്റെ ഈ പെൻഷൻ കിട്ടാതെ ഇവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ അഴിമതി നിർത്തിക്കൊണ്ട് കൃത്യമായിട്ടും 1-ാം തീയതികളിൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ കിട്ടാനുള്ള നടപടികൾ കേരള ഗവൺമെൻറ് സ്വീകരിക്കണം. സ്വീകരിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് ഞങ്ങൾ സമരമുഖങ്ങളുമായി പോകുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.